വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ചെൽസിയെ തകർത്ത് FA കപ്പ് കിരീടം ചൂടി മാഞ്ചസ്റ്റർ സിറ്റി. സിറ്റിയുടെ 8ാമത്തെ FA കപ്പ് വിജയമാണിത്. ഇംഗ്ലീഷ് ഫുട്ബോളിലെ വിഖ്യാതമായ FA കപ്പ് കിരീടം ഒരിക്കൽ കൂടി മാഞ്ചസ്റ്റർ സിറ്റിയുടെ കൈകളിൽ ഭദ്രം. ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ശക്തരായ ചെൽസിയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് കീഴടക്കിയാണ് പെപ് ഗ്വാർഡിയോളയുടെ സംഘം കിരീടമുയർത്തിയത്. ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ സിറ്റിയുടെ 8ാമത്തെ FA കപ്പ് വിജയമാണിത്. ഫൈനലിൽ ഇരു ടീമുകളും മികച്ച പ്രതിരോധവും ആക്രമിച്ച കളിയും പുറത്തെടുത്തതോടെ മത്സരം കടുത്തതായിരുന്നു. ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം കളിയുടെ 72ാം മിനിറ്റിലാണ് സിറ്റിയുടെ വിജയ ഗോൾ പിറന്നത്. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡിന്റെ അളന്നുമുറിച്ച ക്രോസിൽ നിന്നും ഗാന താരം ആന്റോയിൻ സെമന്യോ ഉതിർത്ത മനോഹരമായ ഒരു ബാക്ക് ഹീൽ ഫ്ലിക്ക് ചെൽസിയുടെ വല കുലുക്കുകയായിരുന്നു. തകർപ്പൻ പ്രകടനം പുറത്തെടുത്തിട്ടും ഈ ഒറ്റ ഗോളിന്റെ വ്യത്യാസത്തിൽ ചെൽസിയുടെ കിരീടമോഹങ്ങൾ വെംബ്ലിയിൽ പൊലിഞ്ഞു. ഈ വിജയത്തോടെ മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ പെപ് ഗ്വാർഡിയോള സിറ്റിക്കൊപ്പമുള്ള തന്റെ 10 വർഷത്തെ കരിയറിൽ 20ാമത്തെ പ്രധാന കിരീടമാണ് സ്വന്തമാക്കിയത്. ഈ സീസണിൽ നേരത്തെ സ്വന്തമാക്കിയ ലീഗ് കപ്പിന് പുറമെയാണ് ഇപ്പോൾ FA കപ്പും സിറ്റി നേടുന്നത്. ഇതോടെ ഇംഗ്ലീഷ് ഫുട്ബോൾ ചരിത്രത്തിൽ ഒരേ സീസണിൽ 2 ആഭ്യന്തര കപ്പുകൾ 2 തവണ നേടുന്ന 2ാമത്തെ മാത്രം ക്ലബ്ബായി മാഞ്ചസ്റ്റർ സിറ്റി മാറി. കൂടാതെ തുടർച്ചയായി 4 തവണ FA കപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ടീമെന്ന റെക്കോർഡും സിറ്റി ഈ സീസണിൽ കുറിച്ചു. നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തിലും സിറ്റി സജീവമായി രംഗത്തുണ്ട്. ഈ FA കപ്പ് വിജയം നൽകുന്ന ആത്മവിശ്വാസം വരും മത്സരങ്ങളിലും നിലനിർത്താൻ പെപ്പിനും സംഘത്തിനും കഴിയുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ.